ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രോഗ്രാമായിട്ടല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു പരിഭവം പറയാൻ വേണ്ടിയിട്ട്, അത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 27-ാം തീയതി നമ്മുടെ L2 എമ്പുരാൻ സിനിമ റിലീസ് ചെയ്ത ആ ഡേറ്റ് മാർച്ച് 27, എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു ഡേറ്റ് ആയിരിക്കും അത്. ഞാൻ വെളുപ്പിനെ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു. ഇത് പത്തനംതിട്ടയിലാണ് ഞാൻ നിൽക്കുന്നത്. പത്തനംതിട്ട ധന്യരമ്യ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ധന്യരമ്യ തിയേറ്ററിൽ ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. അതൊരു പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞത് പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാർക്കിംഗ് ആണെന്നുള്ളത്. കാരണം മറ്റു വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാഹനം, ഞാൻ വന്നിരിക്കുന്ന വാഹനം ഇതാണ്. എൻ്റെ വാഹനം, ഈ വാഹനത്തിലാണ് ഞാൻ 27-ാം തീയതി മാർച്ച് 27-ാം തീയതി L2 എമ്പുരാൻ റിലീസ് ആയ ആ ദിവസം ആ പടം കാണാൻ വേണ്ടിയിട്ട് വന്നത്. വെളുപ്പിനെ 4 മണിക്ക് ഞാനിവിടെ പാർക്ക് ചെയ്തിരുന്നു. പക്ഷേ 9:30 ആയി ആ പടം കഴിഞ്ഞപ്പോൾ. ഞാൻ 9:30 ആയപ്പോഴത്തേന് ആ സമയം അറിയാമല്ലോ, എല്ലാവരും ഇവിടെ തിരക്കുള്ള വാഹനം എല്ലാം വളരെ തിരക്കുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ വന്നപ്പം എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഫൈൻ അടിച്ചു വന്നു, നോ പാർക്കിംഗ് എന്നും പറഞ്ഞു. എംപരിവാഹൻ പാർക്കിൻ്റെ ആ ഒരു ആപ്പിലൂടെ എനിക്ക് വന്നത് 250 രൂപ ഫൈൻ അടിച്ചിട്ട് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ എവിടെയോ കാണാം, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇത് ന്യായമാണോ അന്യായമാണോ?